ഹെലികോപ്റ്റർ ഉണ്ടാക്കിയതും പെരുമ്പാവൂരാണ്, ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടും പെരുമ്പാവൂരാണ്. ആനന്ദശേഖരൻ്റെ ഗോഡൗണിലുണ്ട്. കറഗോഷ് എന്ന് പറയുന്ന ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ, അത് കറഗോഷ് എന്ന് പറയുന്നത് അത് ആ ഒരു സ്ട്രീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിലാണ്. ഓക്കെ. L2 ഉം L3 തമ്മിൽ എത്ര നാൾ ഗ്യാപ്പ് വരിയിരിക്കും എന്നാണ് തോന്നുന്നത്? രാജുവിനെ വിളിച്ച ലാലേട്ടനെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തത്? ലാലേട്ടൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലാലേട്ടൻ ഞങ്ങളെ ഡീൽ എന്ന് പറയാം. ലാൽ സാറിനെ ഡീൽ ചെയ്യാൻ വളരെ വളരെ ഈസിയാണ്. രാജുവിന് ഇഷ്ടപ്പെടാതെ ചെയ്ത ഒരു ഫ്രെയിമും പല സിനിമകളും നമ്മൾ കേരളത്തിൽ മാത്രമായിരിക്കും നമ്മൾ ഷൂട്ട് എടുക്കുന്നത്. കേരളം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് ഇന്ത്യയും കൂടി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും കൂടി. പക്ഷെ ഇത് ഇങ്ങനെ അങ്ങനെ 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 പടർന്ന് പന്തലിച്ച് കിടക്കണ്ടായിരുന്നു സ്ഥലങ്ങൾ. അത് A ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? ആരെന്ന് പറയണ്ട, A ആണോ വേറെ ആരെങ്കിലും ആണോ? അത് താനല്ലേ സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. എമ്പുരാൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് രാജുവേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വേൾഡ് ക്ലാസ് ടെക്നീഷ്യൻസ് ആണ് നമ്മളുടെ കൂടെ ഈ ഒരു മൂവിയിലുള്ളത്. ഇവരെ ലോകത്തിലെ ഏത് സിനിമയിൽ കൊണ്ടിട്ടാലും ഇവർ പൊളിച്ചെടുക്കും എന്നുള്ളത്. അങ്ങനെ എമ്പുരാൻ്റെ ഈ വേൾഡ് ക്ലാസ് ടെക്നീഷ്യൻസിൽ 2 പേരാണത് ഇന്ന് ക്ലബ് FM സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളത്. സുജിത് വാസുദേവ് ആൻഡ് മോഹൻ ദാസ് ബ്രോ. അപ്പോൾ 2 പേർക്കും വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. ആദ്യം ചോദിക്കട്ടെ, ലൂസിഫർ ടു എമ്പുരാൻ 2019 ലൂസിഫർ, 2025 എമ്പുരാൻ. ഈ കഴിഞ്ഞൊരു 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനായിട്ടുള്ള പ്രിപ്പറേഷൻ? വേറെ കുറെ സിനിമകളൊക്കെ ചെയ്തു. ഇല്ല, എമ്പുരാന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാൾക്കിടയിൽ? എമ്പുരാൻ തുടങ്ങി ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 years ഞങ്ങൾ എൻ്റെ പുറകിൽ ട്രാവൽ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഞാൻ 2 years മണി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതുകൊണ്ട് 2 years 6 months കൂടി ഉണ്ട്. ഓക്കെ, സെറ്റ്. ഇതിനിടയ്ക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് നിങ്ങൾ ചെയ്തത്? അതായത് എമ്പുരാൻ്റെ ലൂസിഫർ പോലെയല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡാണ്. നാട്ടിലല്ല, ലോകത്തിൻ്റെ പല ഭാഗത്ത് പല കോണിൽ നിന്നിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഡയറക്ടറും റൈറ്ററും കൂടിയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ നറേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നറേഷൻ പലതവണ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ നറേഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാകാനും സെക്കൻഡ് നറേഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാകാനും, ആ സെക്കൻഡ് നറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇന്നാണല്ലോ, ടോട്ടലി മെൻ്റലി ഇന്നാണ്. അവിടെ മുതൽ പിന്നെ ഞങ്ങൾ സംവിധായകൻ പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഇഷ്ടംപോലെ കൺട്രീസ് ട്രാവൽ ചെയ്യാനുണ്ട്. വേറെ തരത്തിലുള്ള നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള സീക്വൻസുകളുണ്ട്. അപ്പോൾ അതിന് എന്നെക്കാളും കൂടുതൽ ആക്ച്വലി മണിക്കായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻസ് കൂടുതൽ. ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ചലഞ്ചായിരുന്നു. ചില ഒത്തിരി സമയം എടുത്തിട്ടാണ് ആ ലൊക്കേഷനുകളെല്ലാം കണ്ടെത്തിയത്. പിന്നെ ലൊക്കേഷനുകളെല്ലാം കളക്ട് ആയപ്പോൾ പിന്നീട് നമ്മളതിൻ്റെ സ്കെച്ചിങ് പരിപാടി കാര്യങ്ങൾ തുടങ്ങി. പിന്നെ പയ്യെ മിനിയേച്ചറിലേക്ക് കയറി. പിന്നെ മീറ്റിംഗ് പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ, അങ്ങനെ പിന്നെ ഷൂട്ടിങ്ങിലേക്ക് മെല്ലെ കയറി. മൊത്തം എമ്പുരാൻ എത്ര ലൊക്കേഷൻസ്, എത്ര രാജ്യങ്ങൾ? ഔട്ട് ഓഫ് ഇന്ത്യ 3 കൺട്രി. അതായത് US, UK ആൻഡ് UAE. ഓക്കെ. പക്ഷേ നമ്മൾ US അത് കാണിക്കുന്നത് വേറെ രാജ്യമായിട്ടാണ് കാണിക്കുന്നത്. US എന്ന് പറയുന്നില്ലല്ലോ. അതെ. ഓക്കെ. സോ 3 രാജ്യങ്ങൾ ഔട്ട് ഓഫ് കേരള കുറച്ച് സ്റ്റേറ്റുകൾ, ഐ തിങ്ക് ഒരു 6-7 സ്റ്റേറ്റുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കേരള ജോഗ്രഫിയാണ് കേട്ടോ കൂടുതലും വേണ്ടത്. കറക്റ്റ് നമ്മൾ കഥയ്ക്ക് അനുയോജ്യമായ ജോഗ്രഫികളാണ് തമ്മിൽ നടക്കുന്നത്. ഓൾമോസ്റ്റ് ന്യൂ ജേഴ്സി, ന്യൂ മെക്സിക്കോ, ന്യൂയോർക്ക്, അവിടെയുള്ള എല്ലാ ന്യൂയിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ന്യൂ ബാക്കിയില്ല, എല്ലാ ന്യൂയിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാജുവേട്ടൻ പറഞ്ഞൊരു കാര്യം, അരിസോണ ഷൂട്ട് ചെയ്തു. ഞങ്ങൾ വന്നതിന് ശേഷം ന്യൂ അരിസോണ എന്ന് പേര് മാറ്റി, ന്യൂ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സിനിമ മൊത്തത്തിൽ കാണുമ്പോഴേക്കും നമുക്കൊരു വേറെ ലെവൽ ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു പാറ്റേൺ പോലെ അല്ല പോയിരിക്കണം. ആൻഡ് ഈ നമ്മളെ എമ്പുരാൻ്റെ പ്രത്യേകത ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇമോഷൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാമ മൂഡ് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, സത്യം പറഞ്ഞാൽ ഈ പല ഇമോഷൻസ് വരുമ്പോഴേക്കും ഇത് കൺവേ ചെയ്യാനായിട്ട് ഇച്ചിരി ടഫാണല്ലോ. സോ ആസ് എ സിനിമാറ്റോഗ്രാഫർ അതിനെങ്ങനെയാണ് ബ്രോ ഡീൽ ചെയ്ത്? ഒന്ന് പറഞ്ഞു. ഇമോഷൻസ് കൺവേ ചെയ്യേണ്ടത് സിനിമാറ്റോഗ്രാഫർ അല്ല. ഇമോഷൻസ് ഡെഫിനറ്റ്ലി സപ്പോർട്ട് വേണം. പക്ഷേ ഇമോഷൻസ് സാധാരണ കൺവേ ചെയ്യേണ്ടത് ഇൻ ദ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിനകത്ത് പേപ്പറിനകത്ത് ഇമോഷൻസ് ഉള്ളതാണ് നമ്മളതിനെ ബാക്കി പൊലിപ്പിച്ച് ക്യാമറ മൂവ്മെൻറ്റ്സും മ്യൂസിക്കും ഒക്കെ ചേർത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ വാട്ട് എവർ ദി ഇമോഷൻസ് ആർ ദേർ, നമ്മൾ അതിൻ്റെ പരമാവധി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രാജു ഹാസ് എ വെരി അപ്പർ ഹാൻഡ് ഇൻ ദാറ്റ്
കൈൻഡ് ഓഫ് ഇമോഷൻസ് ഇത് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു കറക്റ്റ് തിട്ടമുള്ള കക്ഷിയാണ്. അല്ല, പുള്ളിക്ക് എന്ത് വേണമെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. അതിൻ്റെ കറക്റ്റ് മീറ്റർ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിപാടി കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട് പുള്ളിക്ക്. അതുകൊണ്ട് നമ്മൾക്കും ഈസിയാണ് കാര്യങ്ങൾ. ആളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ടഫായിരുന്നു, കാരണം ആള് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നമ്മൾ കൊടുക്കണമല്ലോ. നല്ലൊരു ചോദ്യമാണ്. അതാണ് വേറൊരു വശം. ഡെഫിനറ്റ്ലി ടഫാണ്. കാര്യം രാജുവിന് ഒരു പെർസ്പെക്റ്റീവ്, ഒരു വിഷനുണ്ട്. ആ വിഷനിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് മണിക്ക് ഇതിനകത്ത് വീണ്ടും വെച്ചിരിക്കുന്നത്. അതർവൈസ് ഞങ്ങളൊരു ഇന്റർനാഷണൽ ഫിലിംസ് ഞങ്ങൾ വേറെ ചെയ്തിട്ടില്ല. ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. pull off. ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് യെസ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് വി ക്യാൻ പുൾ ഓഫ് അങ്ങനെ ഒരു സാധനം. അപ്പോൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ബിക്കോസ് ഹീസ് ക്രിസ്റ്റൽ ക്ലിയർ ഇൻ ദാറ്റ്. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ വിഷൻ വരെയെങ്കിലും അപ്പുറത്തേക്ക് എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് സന്തോഷം മാക്സിമം സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, ഒരു ഡയറക്ടർക്ക് ശരിക്കും എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തീരുമാനം ഉണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം ചില നമ്മളെപ്പോലുള്ള ഒരു ടെക്നീഷ്യൻസിന് ഇപ്പം നമ്മളൊരു ഇപ്പോൾ സെറ്റ് ഇടുക അല്ലെങ്കിൽ ഇപ്പോൾ ലൊക്കേഷൻ കാണുമ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് വേണ്ട, ഇവിടെ മാത്രം മതി എന്നുള്ളൊരു പെർഫെക്റ്റ് ധാരണയുണ്ട് പുള്ളിക്ക്. ആ കാര്യത്തിൽ അതൊരു വളരെ വിരളം ഡയറക്ടേഴ്സിൻ്റെ ക്വാളിറ്റിയാണത്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് കറക്റ്റായിട്ടൊരു വിഷൻ ഉണ്ടാവില്ല. സോ അവിടേക്ക് എത്തുക എന്നുള്ളതൊരു ടെക്നീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ടഫായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മളത് സെറ്റാക്കി ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു സീക്വൻസ് ചെയ്തായിരുന്നു നമ്മൾ ഷൂട്ടിംഗ് കാര്യത്തിലൊക്കെയാണ്. എല്ലാ സീക്വൻസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. രാജുവിന് ഇഷ്ടപ്പെടാതെ ഒരു ഫ്രെയിമും വരില്ലല്ലോ സ്വാഭാവികം. ഒരിക്കലും ഉണ്ടായിരിക്കില്ല അതിനകത്ത്. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയതായിരുന്നു. റീടേക്സ് ആക്ച്വലി അധികം റീടേക്ക് പോയിട്ടില്ല. പക്ഷെ എന്നാലും ഓർത്തോട്ടെ ഏതായിരുന്നു കൂടുതൽ പോയത്. ട്രെയിനകത്ത് ഒരു സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ ആ ഒരു പെട്രോൾ ബോംബ് പറയുന്നില്ല, അതൊരു 3-4 പ്രാവശ്യം പെട്രോൾ ബോംബ് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതർവൈസ് ആർട്ടിസ്റ്റുകളുടെ എക്സ്പ്രഷൻസ് കിട്ടുന്ന കാര്യത്തിൽ ഡെഫിനറ്റ്ലി അതൊരു 1-2 ടേക്കിനകത്ത് ബിക്കോസ് എല്ലാവരും നല്ല ആക്ടേഴ്സ് അല്ലേ. മഞ്ജും സഹിചരണം സുരാജ് ഇന്ദ്രജിത്ത് അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പോഷൽ ആർട്ടിസ്റ്റുകളല്ലേ. ഒന്നും അതെ. ഈ എമ്പുരാന്റെ നറേഷൻ കേട്ടപ്പോഴേക്കും നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യം ഞെട്ടിയോ അതോ എക്സൈറ്റഡ് ആയിരുന്നോ? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു റിയാക്ഷൻ? ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ള ഏരിയ നമുക്ക് അവിടെ ചോദിക്കാം. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നറേഷൻ ഫസ്റ്റ് നറേഷൻ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നായിരുന്നു. ഡെഫിനറ്റ്ലി എൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് സോ ഗുഡ്. കാര്യം നമ്മളിതുവരെ അങ്ങനെ അനുഭവിച്ചിട്ടില്ലാത്തൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റ്മെൻറ്റിനുപരി അയ്യോ ഇത്രയും വലുതാണല്ലേ എന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് അവിടെ വെച്ചിട്ട്. നമ്മളിപ്പം മറ്റേ പല സിനിമകളും നമ്മൾ കേരളത്തിൽ മാത്രമായിരിക്കും നമ്മൾ ഷൂട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് ഇന്ത്യയും കൂടി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും കൂടി. ഇപ്പം ഒരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വേറെ സ്റ്റേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കണ്ടായിരുന്നു സ്ഥലങ്ങൾ. ചലഞ്ച് ഭീകരമായിരുന്നു. ലൊക്കേഷൻ കണ്ടെത്താൻ നല്ല സമയം എടുത്തിട്ടുണ്ട്. ഒരു 6 to 8 months എടുത്തിട്ടാണ് ലൊക്കേഷനുകൾ പലതും കണ്ടെത്തിയിട്ടുള്ളത്. എനിക്ക് മൂവി മൊത്തം കണ്ടപ്പോൾ തോന്നിയത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ കുറേയധികം ടാസ്കുകളുണ്ടായിരുന്നു. കാരണം ഈ ഓരോന്ന് സെറ്റ് ചെയ്യുക, ഹെലികോപ്റ്റർ സെറ്റ് ചെയ്യുക, പിന്നെ മൊത്തം ഒരു നിങ്ങളൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് തന്നെ സിനിമയിൽ മൊത്തത്തിൽ സെറ്റ് ചെയ്തു കേട്ടോ. രാജേട്ടൻ ഈ ഒരു ഡിസ്കഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, മറ്റേ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ക്രൂ പല രാജ്യങ്ങളുടെ പല ഭാഗത്തും സെറ്റ് ചെയ്യേണ്ടി വരും. അതൊന്ന് പ്ലാൻ ചെയ്തോ. അതിൽ നമുക്ക് ചിലപ്പം ഇവിടെ കേരളത്തിൽ ഷൂട്ട് നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇപ്പം വേറൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ സെറ്റ് വർക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര പ്ലാനിങ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചാർട്ടും പരിപാടിയും കാര്യങ്ങളനുസരിച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് അറിയോ, എൻ്റെ ക്രൂവിന് ഏത് സിനിമയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്ര വലിയ സിനിമയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പുള്ളി പറയാനുള്ള കാരണം അതുകൊണ്ട് കാര്യമൊക്കെ തന്നെ ആയിരിക്കാം. ഓക്കെ. ഈ ബിൽഡിങ്ങുകൾ കത്തിക്കുക, പിന്നെ ബോംബ് വെച്ച് പൊട്ടിക്കുക, അതൊക്കെ നമ്മൾ കുറേ സ്ഥിരം ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് എന്തായിരുന്നു ഡിഫറെൻറ്റ്? ലൈക്ക് അതിനകത്തൊരു ഇതിനെ സെറ്റിട്ട് മറ്റേ ഇറാഖിലെ ആ ഒരു ലൈക്ക് ബിൽഡിംഗ് ഒക്കെ ചെയ്തതും നമ്മൾ ഗുജറാത്തിലായിരുന്നു. ബാക്കി ആ ഒരു അത് ചെയ്തത് ഇറാഖ്
കർഗോഷ് എന്ന് പറയുന്ന ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ, അത് കർഗോഷ് എന്ന് പറയുന്നത് അത് ആ ഒരു സ്ട്രീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിലാണ്. ഓക്കെ. ചെന്നൈയിൽ ചെങ്കൽപ്പേട്ട് സ്ഥലത്തായിരുന്നു. പക്ഷെ നമ്മൾ ആ പ്ലാൻ ശരിക്കും ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ചെയ്യാനുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഒറിജിനലായിട്ട് കിട്ടുമെന്നൊക്കെയുള്ള പല പരിപാടികളും പ്ലാൻ ചെയ്തെങ്കിലും അത്രയും വലിയൊരു സീക്വൻസ് നമ്മൾ പുറത്ത് പോയി ചെയ്യലും അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് സേഫായിട്ട് നമ്മുടെ ചെന്നൈയിൽ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ സെറ്റിട്ടു. കുതിരനെ കത്തിച്ചു, അതേപോലെ തന്നെ ഒരു മരവും മറ്റേ എൽ ഷേപ്പിൽ കറക്റ്റായിട്ട് അത് വീഴുന്നുണ്ട്. അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തത്? കുതിരേനെ കത്തിച്ചത് ഗ്രാഫിക്സ് ആണ്. നമ്മളൊരു കട്ടൗട്ടിൽ അതിൻ്റെ ഒരു ഒരു ഇലമിനേഷൻ വെച്ചിട്ട് ഒരു ചെറിയ പരിപാടി സെറ്റ് ചെയ്യേണ്ട ഐഡിയാണത്. അങ്ങനെ പരിപാടിയൊക്കെ ചെയ്തിട്ട് പിന്നെ അല്ല, അത് 2-3 പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആദ്യമൊരു ഒറിജിനൽ കുതിര, പിന്നെ ഞങ്ങൾ അതിനകത്ത് ഫുള്ളി ലിറ്റ് ചെയ്തു. ആ കുതിര എങ്ങനെ കത്തിക്കണം എന്നുള്ള തരത്തിൽ ലിറ്റ് ചെയ്തല്ല, കുതിര പാവം പറ്റില്ലല്ലോ. അങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ സ്ട്രിപ്പൊക്കെ വെച്ച് ചെയ്തതിന് ശേഷമാണ് അത് ഗ്രാഫിക്സ് ചെയ്തിട്ട് അത് ഫയർ ആക്കിയത്, സെറ്റാക്കിയത്. ദെൻ ആ ഒരു മരം ഇങ്ങനെ ഒരു കൊമ്പൊടിഞ്ഞ് വീഴുന്ന ആ ഒരു അത് എല്ലായിട്ട് കറക്റ്റ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെ വെച്ചാണ്. നമ്മളങ്ങനെ മഞ്ജു ചേച്ചിയുടെ ആ ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് താഴെ വീഴുകയും ഓൾറെഡി ആ വെർട്ടിക്കൽ ഇതിൽ സ്റ്റമ്പിൽ ശരിക്കും ഫയറുണ്ട്. പിന്നെ അത് വീണ് കഴിഞ്ഞാൽ എല്ലാമായി മാറുന്നത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ്. അത് നമ്മളൊരു മരം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഫൈബർ ഉപയോഗിച്ചിട്ട് മരം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്താണ് അത്. ഓക്കെ. അത് നല്ലപോലെ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം 18 ദിവസം കത്തിച്ചിട്ടുണ്ടല്ലേ. നിർത്തി കത്തിക്കലായിരുന്നു, രാത്രി കൊണ്ട് നല്ല ഷൂട്ടുണ്ടായിരുന്നു. ആ സീക്വൻസ് തീരുന്നവരെ അത് ഫയർ. പിന്നെ ശരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ വരുമ്പോൾ പോലും നമുക്ക് ആ മരത്തിന്റെ ഒരു ഫയറിന്റെ ഒരു ഗ്ലേസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ കത്തിക്കലുണ്ടായിരുന്നത്. ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു ഫയർ എഞ്ചിൻ കൂടെ ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവര് ബോംബിങ്ങും ഫയറിങ്ങും ഗണ്ണും ഒക്കെ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഗണ്ണ് നമുക്ക് രണ്ട് ടീം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഹൈദരാബാദിൽ ഒരു ടീം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ എഫക്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നു വിശാൽ ത്യാഗി എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. വിശാൽ ത്യാഗി കൂടുതലും ഹിന്ദി സിനിമകൾ ചെയ്യുന്നൊരു കക്ഷിയാണ്. ഒരുപാട് വലിയ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ആ ഹെലികോപ്റ്ററുകൾ ഇപ്പൊ എവിടെ? ഹെലികോപ്റ്റർ ഉണ്ടാക്കിയതും പെരുമ്പാവൂരാണ്, ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടും പെരുമ്പാവൂരാണ്. അതിനുശേഷം ഗോഡൌണിലുണ്ട്. അതിന്റെ റെഫറൻസ് എടുത്തു, കാരണം പിന്നെ റെഫറൻസ് എടുത്തിട്ട് അതിന്റെ കറക്റ്റ് മെഷർമെന്റും പരിപാടി എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതെല്ലാം എടുത്തിട്ട് നമ്മളൊരു ഗൂഗിളിൽ ഒരു 3D മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ സൈസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചു. അതിന്റെ കറക്റ്റ് അനാട്ടമി അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങ് എത്ര ഹെലികോപ്റ്റർ അപ്പം രണ്ടെണ്ണം ചെയ്തു. എന്നിട്ട് ഇത് നേരെ നമ്മൾ ലഡാക്കിലേക്ക് കൊണ്ടുവരുന്നു. അതെ. ഇവിടുന്ന് നമ്മൾ അതിനകത്ത് ആ ഡ്രഗ് കോറിഡോർ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്രക്കുകൾ നമ്മൾ അതിനെ ആൾട്ടർ ചെയ്താൽ ശരിക്കും സെനഗൽ ഉപയോഗിക്കുന്ന ട്രക്കുകളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ആൾട്ടറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രക്കൊക്കെ ആയിരുന്നു നമ്മൾ എടുത്തിട്ട് അത് ആൾട്ടർ ചെയ്തിട്ട് അതിനകത്ത് ഹെലികോപ്റ്ററും കയറ്റിക്കൊണ്ട് ട്രാവൽ ചെയ്ത് നേരെ ലഡാക്കിലെത്തി. അവിടെ അത് അൺലോഡ് ചെയ്ത് തിരിച്ച് അതിനിടയ്ക്ക് കുറച്ച് ട്രാവൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ കഥയാ, ഒരുപാടുണ്ട് പറയാം. പക്ഷെ ആ ഒരു ഹെലികോപ്റ്റർ സീനും ലാലേട്ടൻ്റെ എൻട്രിയും ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. സെറ്റായിരുന്നു അത്. ആ എൻട്രി മാസാക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇല്ല, അതിന്റെ മുന്നൊരുക്കങ്ങളാണ് അതിന്റെ ഫയറും അതിന്റെ ബാക്കിയുള്ള ബ്ലാസ്റ്റ് ഒക്കെ ഉള്ളത്. സോ അതിനകത്ത് ഒന്ന് വരുമ്പോഴാണ് അത് മാസമാകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ സോ അവർ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനത്തിന് ഡെഫിനറ്റ്ലി അത് നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ്സാണ്. അപ്പോൾ അത് നശിപ്പിച്ചതിന് ശേഷമുള്ള ആ വരവിലാണ് അതിൻ്റെ ഒരു മാസ് ഉണ്ടാകുന്നത്. സോ അതിനകത്താണ് അതുകൊണ്ടാണ് ഫയറും എലിമെന്റ്സും അത്തരം എലിമെന്റ്സ് ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുള്ളത്. രാജുവിനെ പറഞ്ഞൊരു കാര്യം, ഐഫോൺ ഉൾപ്പെടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഏതൊക്കെ ക്യാമറാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്? ദയവ് നിങ്ങൾ പറഞ്ഞത് ഫുൾ ഐഫോൺ ആണെന്ന് പറയുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല, ഐഫോൺ ഉൾപ്പെടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും വഴി കൂടെ പോകുമ്പോഴും ഐഫോൺ ഉണ്ടല്ലോ, ഐഫോൺ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദ്യമാണ്. അത് ശരിയാണ്, ഐഫോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 2-3-4 ഷോട്ട്സ് കണ്ടുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഐഫോണിൻ്റെ ചെറിയ സാധനങ്ങൾ വീണ്ടും സമയത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു ഫുൾ സീക്വൻസ് അല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഐഫോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സോണിയുടെ FX3 ക്യാമറ വെച്ചും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയെന്ന് പറയണോ? അല്ല, ഷോട്ട് ശരിക്കും ഐഫോൺ വെച്ചിട്ട് അത് ഫുൾ സീൻ അങ്ങനെ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു ഷോട്ടിന് സമയത്ത് മൾട്ടിപ്പിൾ ക്യാമറ വെക്കുന്ന സമയത്ത് അല്ല, അതിന്റെ കൂട്ടത്തിലല്ലാതെ
ഒരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അത് ഞാൻ അങ്ങനെ റിവീൽ ചെയ്യാൻ അത് നമ്മളൊരു താല്പര്യപ്പെടുന്നില്ല. അത് കണ്ടുപിടിക്കട്ടെ സിനിമയിൽ വന്നിട്ടുണ്ടോ ആ ഷോട്ട്? ഉറപ്പായിട്ടുണ്ട്. അത് കുറച്ച് രംഗത്തുള്ളൊരു ഷോട്ടുമാണ്. ആണോ? ശരിക്കും? ശരി, അപ്പോൾ വേറെ ലെവലാണ്. ഓക്കെ, എമ്പുരാനിൽ മാത്രം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പുതിയ എന്തെങ്കിലും ടെക്നോളജീസ് യൂസ് ചെയ്തോ? ഇതുവരെ പരീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവങ്ങൾ പരീക്ഷിച്ചോ? എക്സ്പെരിമെന്റ് ഇതുവരെ പരീക്ഷിക്കാത്ത ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾ പരീക്ഷ തന്നെയാണ് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ ഡിഫറെൻറ്റ് വേ. മേ ബി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷ ഉണ്ടെന്ന് വിളിക്കാം പല കാര്യങ്ങൾക്കും. നിറയെ കാരണങ്ങളുണ്ട്. ഞാനത് ഒന്നും വിട്ടു പറയുന്നില്ല. എല്ലാം ഈ പടം ഇന്നിപ്പോ റിലീസായിട്ട് ഞാനത് പറയണമെങ്കിൽ എന്റെ സീക്വൻസ് പറയണം. അതിന്റെ സീക്വൻസ് പറഞ്ഞാൽ അടുത്ത് പോകുന്ന ഒരാളുടെ എന്റെ എക്സൈറ്റ്മെന്റ് പോകും. സത്യമാണ്. അപ്പോൾ ഉണ്ട്. ഇനി പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പം എല്ലാം കൂടെ ചോദിക്കുകയാണ്, ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മറ്റത് ഇനി പോകുന്ന ഒരാൾ അതൊരു സ്പോയിലറാ. ഓക്കെ, ദെൻ അതിന്റെ കൂടെ രാജുവേട്ടൻ സ്ക്രീനിൽ വരുമ്പോഴേക്കും രാജുവേട്ടൻ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തത്? അതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട്, നിർമ്മലുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്യാമറയുടെ പുറകിൽ ഞാനുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രോബ്ലം, ഇപ്പം നമുക്ക് ഫുൾ സ്ക്രിപ്റ്റ് അറിയാം, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവങ്ങൾ വരുവാണെങ്കിൽ, എന്തെങ്കിലും വേരിയേഷൻസ് വരുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്യാമോ എന്ന് ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട് അതിനകത്ത്. സോ അതൊരു വിഷയമേ അല്ല. പുള്ളിക്ക് ഈസിലി ആക്ഷൻ കട്ട് എല്ലാം അവിടെ നിന്ന് തന്നെ പറയുകയും ചെയ്യുകയും ചെയ്യാം. അടിപൊളി. കാര്യം അതൊരു ബോണ്ടിങ് ആണ്, അതൊരു വിശ്വാസമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസമുള്ള ടീമാണ് എല്ലാവരും കൂടെ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അതെ, മറ്റേ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ. എനിക്കൊന്ന് സുജിത് ബ്രോയുടെ 10ാമത്തെ സിനിമയാണ് പൃഥ്വിരാജ് ചേട്ടൻ അല്ലേ? അല്ലല്ല, അതിലും കൂടുതലായി. ഓക്കെ, ഇത്ര നാളായിട്ട് രാജുവിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആസ് എ ഡയറക്ടർ താങ്കൾ ഡീൽ ചെയ്തിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫറായിട്ട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വന്നു? അന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ അതായത് ക്യാമറ ലെൻസ് വരെ ചെക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ ലൈക്ക് അങ്ങനെ കണ്ടിട്ടുള്ളത് രാജുവേട്ടനിൽ മാത്രമാണ് എന്നൊക്കെയുള്ളൊരു സംഭവം. അപ്പോൾ ഈ ലൂസിഫർ ഞാൻ തന്നെ പറഞ്ഞിരുന്നത് കാര്യം, ഞങ്ങൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ക്യാമറ ലെൻസ് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന ദിവസം പോകുന്നുണ്ട്, രാജു വരുന്നുണ്ടോ? ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. രാജു പറഞ്ഞു എനിക്ക് വരണമെന്നുണ്ട്, അത് നമുക്ക് പോയേക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതൊരു ഭയങ്കര ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിപാടിയാണത്. അങ്ങനെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഡയറക്ടർ എൻ്റെ കൂടെ ലെൻസ് ചെക്ക് ചെയ്യാൻ വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ വന്നിട്ടില്ലാരും. അപ്പോൾ ഇവിടെ രാജുവിന് സംഭവിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ ലെൻസിന് ഇത്ര റേഞ്ചാണെന്ന് ഒരു കൃത്യതയുണ്ട്, ഇത്ര ഫോക്കൽ ലെങ്ത്തിൽ കിട്ടുന്നൊരു ധാരണയുണ്ട്. ഇപ്പോൾ ലെൻസ് മാറുമ്പോൾ, ലെൻസിൻ്റെ വേരിയേഷൻസ് മാറുമ്പോൾ, അല്ലെങ്കിൽ കമ്പനികൾ മാറുമ്പോൾ ഇതിന് വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷേ ലൂസിഫറിൽ ഞങ്ങളെടുത്ത് ഒരു കൈൻഡ് ഓഫ് ലെൻസസ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെയല്ല, ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് കൂടുതൽ ലെൻസസ് എടുത്തിരുന്നു. എന്നാലും സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെയാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു റേഞ്ച് അറിയുക എന്നുള്ളത് ഒരു സംവിധാനം സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്യാവശ്യമാണെന്നാണ് എൻ്റെ പക്ഷം. അതുണ്ടെങ്കിൽ ഇപ്പോൾ അതെന്തിനാ സംവിധായകൻ ലെൻസ് പറയുന്നത് എന്തിനാണ് ചോദിക്കുന്നത്? അങ്ങനെ ഒരു ഈഗോയുടെ കാര്യമില്ലല്ലോ. ഇതൊരു കൂട്ടായ വർക്കാണെന്നാണ്, സിനിമ കൂട്ടായ വർക്കാണ് അല്ലേ? അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കൊള്ളാം, ഇത് കൊള്ളില്ല എന്ന് പിന്നീട് ഒരു ദിവസം തീരുമാനിച്ച് വേറെ ആരെങ്കിലും പറയുന്ന ഒരു നല്ല സെഷൻ എടുത്ത് വരുമ്പോഴാണ് അത് നന്നാവുക. അല്ല, കുറച്ചൊന്ന് അറിവോടുകൂടി സെഷൻ ചെയ്യണമെങ്കിൽ നല്ലതല്ലേ? കുറച്ച് അറിവോടുകൂടി കുറച്ച് അറിഞ്ഞ് പെരുമാറുന്നത് നല്ലതല്ലേ? എപ്പോഴും അതിനെക്കുറിച്ച് അറിവുണ്ടല്ലേ? സോ അതൊരു രാജു ഇപ്പോഴൊന്നുമല്ല കേട്ടോ, വളരെ മുമ്പ് മുതലേ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ലൊക്കേഷനിൽ വന്നു നിന്നാൽ ഇതിപ്പോൾ ഏതെങ്കിലും സെറ്റിരിക്കുന്നത്, ഇതിന് ഇത്ര ഉണ്ടോ, പുതിയതാ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് മറ്റൊരു ചിലരെ കൊണ്ട് ചോദിക്കുന്നത് വേറെയും, പക്ഷേ അങ്ങനെ അത്രയും കീനായിട്ട് ചോദിക്കുന്ന വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. 2018 പോലെയുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ താങ്കൾ ചെയ്ത സിനിമകളിലൊക്കെ ഒരു ആർട്ടിന് അത്രയും ഒരു ഇതുണ്ട്. സോ എമ്പുരാനിലേക്ക് വരുമ്പോഴേക്കും ഈ ആർട്ടിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചായിട്ട് തോന്നിയൊരു സംഭവം എന്തായിരുന്നു? മൊത്തത്തിൽ ചലഞ്ചായിരുന്നു. മെയിനായിട്ട് ചലഞ്ച് എന്ന് പറയുന്നത് എന്നറിയോ, നമ്മൾ ഒരു ഏരിയയിൽ മാത്രമല്ല നമ്മുടെ വർക്ക് മൊത്തം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളിപ്പം മനസ്സ് ഷൂട്ടിങ് സ്റ്റാർട്ടിങ് ടൈമിൽ ഡൽഹിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഷിംലയിൽ സെറ്റ് വർക്ക് നടക്കുന്നുണ്ട്, ഡൽഹിയിൽ സെറ്റ് വർക്ക് നടക്കുന്നുണ്ട്, ലഡാക്കിൽ സെറ്റ് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ കിടന്നൊരു
ഓട്ടം ഉണ്ടായിരുന്നു. അതിൽ ലഡാക്ക് ടു ഡൽഹി, ഡൽഹി ടു ഷിംല, ഷിംല ടു ഡൽഹി, ഡൽഹി ടു ലഡാക്ക്, ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇത് ഭയങ്കര കുറച്ച് ചലഞ്ചിങ് പരിപാടികൾ തന്നെയായിരുന്നു സംഭവം. മറ്റേ സ്റ്റാർട്ടിങ് നമ്മൾ ഡൽഹി ഷൂട്ട് ചെയ്യുന്നു, അവിടുന്ന് പിന്നെ നമ്മൾ നേരെ മറ്റേ ഒരു ദിവസം ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ഷിംല ഷൂട്ട് ചെയ്യുന്നു. അവിടെ 2 days കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 days ബ്രേക്ക് ചെയ്ത് നമ്മൾ നേരെ ലഡാക്കിലേക്ക് വരുന്നു. അവിടേക്ക് ഇതെല്ലാം തീർക്കുകയും വേണം അവർക്ക്. അതൊരു ഭീകര ചലഞ്ചിങ്. പലയിടത്ത് ഷൂട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നു? നമ്മുടെ എന്താ പറയുക, മഹാവ്യക്തിയായിട്ടുള്ള പ്രൊഡ്യൂസറോട് തന്നെ എന്താ പറയുക, ഈ സിനിമേനെ പുള്ളി അങ്ങനെ കാണുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണത്. അല്ല, ഷൂട്ട് മുടങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇതിന് സ്ലൈറ്റ്ലി സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് നടക്കുന്നത്. എപ്പോഴാണല്ലോ അതിന്റെ കാൽക്കുലേഷൻസ് അവർക്കുണ്ടാകും. ഭയങ്കര ചില നമ്മളെ അത്രയും ആർട്ടിസ്റ്റുകൾ അവരോ മറ്റേ ഇതിൽ ഈ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ലഡാക്കിൽ വരുന്നത്. മറ്റേ ഷിംലയിൽ വേറെ ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അപ്പോൾ ഇവരെ ഇത് തീർത്ത് വിടുക, അവർക്ക് ഔട്ട് ഓഫ് ഇന്ത്യക്കാരാണ്. അപ്പോൾ അങ്ങനെ അതിൽ ഭയങ്കര പ്ലാൻഡ് ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ നോ കോംപ്രമൈസ് കാര്യത്തിൽ നമുക്ക് പെർഫെക്ഷൻ ക്വാളിറ്റി ആണ് വേണ്ടത്. ദെൻ ഈ അടുത്തിടയ്ക്ക് കുറേ ഒരു ഡിസ്കഷൻ നടക്കുന്ന സംഭവമാണ് വയലൻസ്. സിനിമയിലെ വയലൻസ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെ ഉള്ളത്. എനിക്കിങ്ങനെ എവിടേക്കും ഇങ്ങനെ തോന്നി ആ ഒരു, അതായത് ഒരുപാട് വയലൻസ് ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ലെവൽ കടക്കാതെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മളൊരു ഐഡിയോളജി ആയിരുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തോ? പിന്നെ സ്വാഭാവികമായിട്ടും ഫാമിലി കൂടെ കാണണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമ അല്ലാത്തതാണ്. ഇവിടുത്തെ കേരള പൊളിറ്റിക്സും അതിലുള്ള ഒരു കക്ഷി പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും അതെങ്ങനെയാണ് കണക്ട് ആകുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കഥ. അപ്പോൾ അതിനകത്ത് വയലൻസിന് അതിനകത്തുള്ള പ്രാധാന്യമേ ഉള്ളൂ, അല്ലാതെ ഒരു അഡീഷണൽ പ്രാധാന്യം അതിനകത്തില്ല. പിന്നെ വയലൻസിന് വേണ്ടി എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള ആക്ഷൻസും വയലൻസും. ഇപ്പോൾ അന്ന് പണ്ട് കാലത്ത് നടന്ന അന്നത്തെ ലഹളകൾ അല്ലെങ്കിൽ അന്നത്തെ മറ്റേ മതപരമായിട്ടുള്ള ലഹളകൾ നമ്മൾ ആ രീതിയിൽ തന്നെ കാണിച്ചാലല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അഡീഷണൽ വയലൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന് എനിക്കൊന്ന് സിനിമ കണ്ടപ്പോഴേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ കൊള്ളനെടുത്ത് കൊള്ളിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ പൊളിറ്റിക്സ് ഒക്കെ ഇത്രയും ധീരമായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള ലൈക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം, അത് ഇത്തരം സാധനങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടാനുള്ള മീഡിയം തന്നെയാണ് സിനിമയും. തീർച്ചയായിട്ടും അതിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുക എന്നുള്ളതേ. നമുക്ക് നമ്മുടേതായിട്ടൊരു ബോധമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പറയാൻ ഉപയോഗിക്കപ്പെടേണ്ട ഒരു മീഡിയമാണ് സിനിമ. They did that and we also are part of that. Definitely. And ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റാണ്. പൊളിറ്റിക്സും മതവും തമ്മിൽ കലരുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര പേടിക്കേണ്ട ഒരു സംഭവമാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ദെൻ എമ്പുരാൻ വന്നപ്പോഴേക്കും ഇല്ലുമിനാറ്റി എവിടെയും പറഞ്ഞും അങ്ങനെ സൂചിപ്പിച്ചു ഒന്നും കേട്ടില്ല. അത് അപ്പൊ പിന്നെ അതിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അടിപൊളി നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാനിങ്ങനെ ഇല്ലുമിനാറ്റി ഇപ്പൊ പറയും എന്നൊക്കെ നോക്കിക്കുന്നു, പക്ഷെ എവിടെ അത് പറഞ്ഞിട്ടില്ല. നമ്മള് വീഡിയോ വെച്ചിട്ടോ പറയില്ലല്ലോ. ഓക്കെ, അപ്പൊ അതിലുണ്ട്. പിന്നെ 80s ഒരു മുംബൈ മാർക്കറ്റും ഒക്കെ നമ്മൾ ഭയങ്കര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഭംഗിയായിരുന്നോ? പിന്നെ സെറ്റ് നമുക്കത് ആംബിയൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിന് റെഫറൻസ് ഒക്കെ എവിടുന്നായിരുന്നു എടുത്തത്? അതൊക്കെ ഇമാജിനേഷനാണ് ശരിക്കും. അങ്ങനത്തെ റെഫറൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഒരു ഗോഡൗണിലെ ഒരു എന്താ പറയുക ഒരു ഇന്റീരിയർ സ്പേസിലായിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെ ഒരു മാർക്കറ്റ് പറഞ്ഞാൽ കിട്ടിയ ഒരു സ്ഥലം അവിടെ അങ്ങനെ നമ്മളൊരു ഐഡിയയിൽ അവിടെ നമ്മുടെ ഇരുവൻറ്റി. ഞങ്ങൾ വേറെ സ്ഥലം പ്രതീക്ഷിച്ചിരുന്നു. ഹൈദരാബാദിൽ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു വലിയ സെറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇത് ഗുജറാത്തിൽ തന്നെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഗുജറാത്തിൽ സെറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പരിമിതി ഉണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന അപ്പോൾ അവിടെ കിട്ടുന്ന അവൈലബിലിറ്റിയും എന്നിങ്ങനെ മാനേജ് ചെയ്യാം. അതാണ് അതായത് ഇപ്പം അവൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ നമ്മളെ ആ ഒരു ഹവേലി എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മളിപ്പം ഫ്ലാഷ് ബാക്ക് ഫസ്റ്റ് ഷൂട്ട് ചെയ്തു. അത് പ്രസൻറ്റിലേക്ക് പ്രസൻ്റ് ആകുമ്പോൾ ശരിക്കും അത് വീണ്ടും അബാൻഡനായിട്ട് കിടക്കുന്ന അതിലേക്കുള്ള ഒരു ടൈം പീരീഡിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഷൂട്ടിങ് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ ഷൂട്ടിങ് നിർത്തി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ മാർക്കറ്റ് സെറ്റ് ഇട്ടപ്പോൾ അവർ കുറച്ച് ദിവസം അവിടെ പോയി ഷൂട്ട് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു
പ്ലാനിങ് പരിപാടിയായിരുന്നു അത്. അടിപൊളി സെറ്റ്. ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏതായിരുന്നു? കാരണം ഇവിടെ നമുക്ക് ശരിക്കും ചലഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗുജറാത്ത് ലൊക്കേഷനാണ്. ഗുജറാത്ത് കംപ്ലീറ്റ് ലൊക്കേഷനും ചലഞ്ചായിരുന്നു. എല്ലാ ലൊക്കേഷൻ ചലഞ്ചായിരുന്നു. എല്ലാ ലൊക്കേഷൻ ചലഞ്ചാ. ഇപ്പം നമ്മൾ മറ്റേ UAE ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇപ്പം ലഡാക്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തണുപ്പ് പിന്നെയും സഹിക്കാം, മറ്റേ സ്നോ വീണ്ട് കുറച്ച് ഷൂട്ട് മുടങ്ങി, അതൊരു ചലഞ്ചിങ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നതെങ്കിൽ നമ്മുടെ എക്യുപ്മെൻസിൻ്റെ അവൈലബിലിറ്റി, മറ്റു കാര്യങ്ങൾ, ഈ പറഞ്ഞ മണിക്ക് വർക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസിൻ്റെ അവൈലബിലിറ്റി എല്ലാം നമുക്കറിയാം. എവിടെയാണ് കിട്ടുന്നത്, എങ്ങനെ കിട്ടുന്നത്, എന്താ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തുനിന്ന് ബുദ്ധിമുട്ടുകൾ വരും. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആകാം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. ആ വർക്ക് ഫ്ലോയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ എവറി ടൈം എവറിവെയർ ഇറ്റ് വാസ് ചലഞ്ചിങ്. ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ ഫ്ലോ കളയാനും പറ്റില്ല. അതെ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ മാർക്കറ്റിൽ ആ സീൻ കാണിക്കുമ്പോഴേക്കും ലാലേട്ടൻ്റെ ഒരു ചെറുപ്പം ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, അത് A ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? ആരെന്ന് പറയണ്ട, A ആണോ വേറെ ആരെങ്കിലും ആണോ? അത് താനല്ലേ സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, മനസ്സിലായില്ല. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഇത് ആണോ അത് A ആണോ എന്നൊരു സംശയം വന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, വേണ്ട, A അല്ല. പക്ഷെ ദയവ് ഇത് പുറത്ത് പറയും. ഇല്ലില്ല, പറയില്ല. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ അല്ലേ, മിണ്ടായിരിക്കാൻ നല്ലത്. മനസ്സിലാവും. അതെ, മനസ്സിലാവും അത്. ഞാൻ ഇത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതായത് തിയേറ്റർ ഫുള്ള് സ്നിപ്പറ്റ്സ് കാണാൻ, അടുത്ത L3 സ്നിപ്പറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആദ്യം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് പോയി, ബാക്കി എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇനിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയത്. അങ്ങനെ ലൈക്ക് അടുത്ത, അതായത് L3 കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? ലെറ്ററിനകത്തുണ്ട്, ഒരു ഡ്രാഗൺ ഉണ്ട്. അതെ, അതൊരു കണ്ടിന്യൂ ചെയ്യും, വരും, ഒരു സൂചന തന്നിട്ടുണ്ടല്ലോ. ഡെഫിനറ്റ്ലി. യാ, സോ ഇതിലും ഗംഭീരമായിട്ടുള്ളൊരു സംഭവം. ഒന്നുകൂടി ആ സിനിമ കണ്ടിട്ട് ഒന്നുകൂടി എൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് ഇരുന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടി സൂചന കിട്ടുമായിരിക്കും. ഓക്കെ, സൂചനയ്ക്ക് വേണ്ടിയിട്ടൊന്ന് അല്ല, തീർച്ചയായിട്ടും എമ്പുരാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ച് പോയ സംഭവം എനിക്ക് കിട്ടി. അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ. ദെൻ എമ്പുരാനിൽ ലാലേട്ടനെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തത്? ലാലേട്ടൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളെ ഡീൽ എന്ന് പറയാം സ്വാഭാവികമായിട്ടതല്ല. ലാൽ സാറിനെ ഡീൽ ചെയ്യാൻ വളരെ വളരെ ഈസിയാണ്. കാര്യം പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, പിന്നെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഡീൽ ചെയ്യാൻ ഹെൽപ്പാണ്. പിന്നെ നമ്മൾ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കിലും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് പുള്ളി ഞങ്ങളെയാണ് എപ്പോഴും ഡീൽ ചെയ്തെന്ന് പറയാം. ലാലേട്ടൻ എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും മോനെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ കാര്യത്തിലല്ല, ഡെഫിനറ്റ്ലി അവരുടെ ക്രിയേറ്റീവ് അവരുടെ ഒരു തീർച്ചയായിട്ടും ഇതിൽ സ്പേസിലുണ്ടാവുമല്ലോ. അടിപൊളി. ദെൻ ആക്ഷൻ സീക്വൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ലൈക്ക് ലാലേട്ടനും രാജുവേട്ടനും ഒന്നിച്ച് ആക്ഷൻ സീൻസ് വരുമ്പോൾ സത്യം പറഞ്ഞൊരു ബയ്യ കണക്ഷൻ ഫീൽ ചെയ്ത് മാത്രമല്ല, ഗംഭീരമായിട്ട് കോറിയോ ചെയ്ത പോലെ നമുക്കൊരു ഫീൽ കിട്ടി. ആ ഒരു ആക്ഷൻ സീക്വൻസും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അവരൊരു പ്രീവിയസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റണ്ട് സിൽവിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ എല്ലാ സ്റ്റണ്ട്സിനും മുമ്പേ അതിനകത്തൊരു വിഷ്വൽ പരിപാടി തരും നമുക്ക്. അവർ തന്നെ കോറിയോഗ്രാഫി ചെയ്ത് നമുക്കൊരു പ്രീവിയസ് പരിപാടി ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത്. അത് ചെയ്തിട്ട് കറക്ഷനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അത് ഫൈനലി. ഇഷ്ടപ്പെടാത്ത പോർഷൻ പറയാം, ഇഷ്ടപ്പെടുന്ന പോർഷൻ പറയാം, അങ്ങനെ. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പോർഷൻ ഉണ്ടെങ്കിൽ മാറ്റി എഡിറ്റ് ചെയ്ത് വേറൊരു സാധനം കൊണ്ടുവരും. അങ്ങനെ ഒരു സാധനം ഫിക്സ് ആകുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് പൊതുവായിട്ടൊരു ഗുണം എന്താ അറിയാമോ? ഞങ്ങൾ ഏകദേശം 170 ദിവസത്തിന് മുകളിൽ ഷൂട്ട് പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനെയുള്ള പ്രീ പ്രൊഡക്ഷൻ ടോട്ടലി ഉള്ളതുകൊണ്ടാണ് അത് ഒരു സമയം പോലും നമ്മൾ വേസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടും പ്രീ പ്രൊഡക്ഷൻ ഉള്ളതും മാത്രമാണ് 143 days കൊണ്ട് ഈ സിനിമ തീർന്നു. അത് തീരത്തില്ല. മനസ്സിലായി. ഔട്ട് ഓഫ് ഇന്ത്യ ഒരു 3 കൺട്രിയിൽ പോയിട്ട് അത് ഓരോ സ്ഥലത്തും 400-600 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 1000 എബോ കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെയാണ് ലൊക്കേഷൻ കിടക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഔട്ട് ഓഫ് കേരള നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഷിഫ്റ്റ്. മറ്റേ ബോംബെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുജറാത്ത് ഷൂട്ട്, പിന്നെ ഹൈദരാബാദ്, പിന്നെ ഡൽഹി, അങ്ങനെ ഡിസ്റ്റൻസ് കിടന്നിട്ട് ആ പ്ലാനിങ് പൊളിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ക അത് ഭയങ്കര പ്രീ പ്രൊഡക്ഷൻ്റെ ഒരു സ്ട്രോങ് ഡിസിഷനായിരുന്നു അത്. ഓ സെറ്റ്, അടിപൊളി. ദെൻ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് സുബ്രോ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വൈറ്റ് വരുമ്പോഴേക്കും നമുക്ക് ക്യാമറ ഭയങ്കര ചലഞ്ചിങ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ക്യാമറ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഡിജിറ്റൽ എല്ലാ സ്ഥലത്തും എപ്പോഴും വൈറ്റിനെ നമുക്ക് കുറച്ചൊന്ന് പേടിക്കേണ്ടതുണ്ട്. ഇപ്പോഴും അതുണ്ട്, പക്ഷെ ഇപ്പം മാറി മാറി വരുന്നുണ്ട്.
ഡെഫിനറ്റ്ലി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യം ഒരു ഭയങ്കര ബ്രൈറ്റ് സണ്ണിലൊക്കെ ആണെങ്കിൽ വൈറ്റ് എപ്പോഴും കുറച്ച് ക്ലിപ്പായി പോകും, കുറച്ച് ബ്ലീച്ചായി പോകും. അത് കൺട്രോൾ ചെയ്യുമ്പോൾ ഫേസ് കട്ടാകും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ അത് മാനേജ് ചെയ്യേണ്ടത് ലൈറ്റ് പൊസിഷൻസ് മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ. സോ ഈ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്തൊക്കെ ചെന്നിട്ട് ലൊക്കേഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു പ്രിക്കോഷൻസ് എന്തൊക്കെയായിരിക്കും? പരിചയമുള്ള സ്ഥലത്ത് ഞങ്ങൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യാറേ ഇല്ല. ഓൾറെഡി പരിചയത്തിലാവുമല്ലോ. നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിയിട്ട് പിന്നെ ഒരു 10 പ്രാവശ്യം കൊണ്ട് പരിചയപ്പെട്ട് പിന്നെ അവിടെ ഇറങ്ങുള്ളൂ. അവിടെ ഒരു കുടിലൊക്കെ വെച്ച് താമസിച്ച് എല്ലാം നമ്മൾ എന്തൊക്കെ സംഭവിക്കാം വരുമരായികളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ലൊക്കേഷനിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്തിരുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം ആലോചിക്കേണ്ട 1% സാധനങ്ങൾ പോലും ഇല്ല. ഓക്കെ. പ്രീ പ്ലാൻഡ് ആയിരുന്നു. പ്രീ പ്ലാൻഡ് ആകണമെങ്കിൽ ആ ലൊക്കേഷൻ കണ്ട് അത് ഫിക്സായി അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. ആ ധാരണയോടുകൂടി തന്നെയാണ് പോകുന്നത്. ലൊക്കേഷനിൽ ചെന്നിട്ട് 1% പോലും പ്ലാൻ ചെയ്തിട്ടില്ല. ഡിസ്കഷനില്ല അവിടെ. രാവിലെ വന്നു കഴിഞ്ഞാൽ തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഷോട്ട്. ഇപ്പം ഷൂട്ടിങ് ഫസ്റ്റ് ഡേ തുടങ്ങുകയാണെങ്കിലും തലേദിവസം വന്നിട്ട് കറക്റ്റ് എന്താണ് വേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്ത് ആ രാവിലെ നമ്മൾ ഷോട്ട് സെറ്റ് ചെയ്യും. ഷോട്ട് എടുത്ത് തുടങ്ങി പോവുകയാണ്. പിന്നെ വരിക ചെയ്യുക പോവുക. വേറെ അതിനകത്ത് ഡിസ്കഷൻസ് ഒന്നും അവിടെ നടക്കുന്നത് നേരത്തെ കഴിഞ്ഞു ഓൾറെഡി അല്ലേ? പരിചയമില്ലാത്ത സ്ഥലം ഇതൊക്കെയാണ് പറയാം. 2 വട്ടം വിളിക്കുന്ന പരിചയം. സെറ്റ് ക്ലബ് പരിചയം ഉണ്ടായിരുന്നു. നമ്മുടെ ലൂസിഫറും എമ്പുരാനും തമ്മിലൊരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ഇനി L2ഉം L3യും തമ്മിൽ എത്ര നാൾ ഗ്യാപ്പ് വരിയിരിക്കും എന്നാണ് തോന്നുന്നത്? രാജുവിനെ വിളിച്ച ഇപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചേക്കാം. രാജുവിനെ മുരളിച്ചേട്ടനെ അനുജനൊക്കെ വിളിക്കുന്നുണ്ട്. അത് ആദ്യം അവരൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരൊന്ന് എഴുതി റെഡിയാക്കി അവരത് കറക്റ്റായിട്ട് അനൗൺസ് ചെയ്യും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത് എന്തായിരിക്കും എന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അതിപ്പോ ഞങ്ങൾക്ക് ഉണ്ടെന്നേ. അല്ല ചോദിച്ചോ എപ്പോഴെങ്കിലും രാജുവിനോട് എപ്പോൾ വരും? അത് അവരുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് അല്ലേ, നമ്മൾ അതിനകത്തുനിന്ന് ഇടപെടരുത്. അത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്തും ചോദിക്കരുത്. നമ്മളിപ്പം ലൂസിഫർ കഴിഞ്ഞിട്ട് ഇപ്പം എമ്പുരാൻ തുടങ്ങുന്നുണ്ടോ ന്യൂസ് ഉണ്ടെങ്കിൽ അതുവരെ ഡിസ്കഷനിൽ വന്നിട്ടൊന്നുമില്ല. എമ്പുരാൻ തുടങ്ങുന്നുണ്ടോ, എമ്പുരാൻ ഉണ്ടോ, അങ്ങനെ ലൂസിഫർ 2 ഉണ്ടോ. ഒരു ദിവസം പുള്ളി വിളിക്കുന്നു, എന്നെ ഫസ്റ്റ് പുള്ളി വിളിച്ചത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഷൂട്ടിലാണ്, ഒന്ന് കാണണമല്ലോ. അപ്പോൾ പറഞ്ഞു നമ്മൾ ആടുജീവിതത്തിൻ്റെ ലൊക്കേഷനിൽ പോകുന്നു. പുള്ളി ഒരു എന്താണ് നമ്മൾ ലൂസിഫർ 2 ഒരു പാർട്ട് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെയാണ് പരിപാടികൾ. ചെയ്യല്ലേ? ചെയ്യാം. അന്നുപോലെ പിന്നെ ആ പടം 2018 തീർന്നപ്പോൾ വീണ്ടും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ലൊക്കേഷൻ നോക്കലായിട്ട് ഇറങ്ങി. അല്ലാതെ അതിന് മുൻപ് ഒരു ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? എല്ലാം ചെയ്യണം. എൻ്റെ അടുത്ത് പിന്നെ മണിയെടുത്തുള്ള സംശയം എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ ചെയ്യല്ലേ? എന്തായാലും അൺഎക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തൊരു സമയത്ത് L3 അനൗൺസ് ചെയ്യപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ചെയ്ത ആർട്ടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം എവിടെയാണ് ഇപ്പോൾ? എല്ലാം ആനന്ദിച്ചാൻ്റെ ഗോഡൗണിലുണ്ടോ അതോ എല്ലാം പൊളിച്ച് കളഞ്ഞ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ എമ്പുരാൻ്റെ പേരിൽ മ്യൂസിയം തുടങ്ങുന്നതായിരിക്കും. പള്ളി കുറഞ്ഞിലാണോ? പള്ളിയെ സെറ്റ് അല്ലേ? ഓക്കെ. സെറ്റ് വളരെ ഇന്ത്യ ഒരു സെറ്റാണ്. എന്തോരം ഭയങ്കര രസകരമായിട്ടുള്ള സെറ്റ്സ് ഉണ്ട്. ഈവൻ നിങ്ങൾ ലാസ്റ്റ് ക്ലൈമാക്സിന്റെ പാലസ് ഇല്ലേ, മുളി പാലസ്. മുളി പാലസ് അങ്ങനെയല്ല. മുളി പാലസ് നിങ്ങൾ അംബികാവിലാസ് പാലസ് ജസ്റ്റ് ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു 10-20 പാലസിന്റെ ഫ്രണ്ടിലൊരു 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഗാർഡൻ ഉണ്ടായിരുന്നു. നല്ല ലോണും ബുഷുകളും ഒക്കെയുള്ള മരങ്ങളും ഒക്കെയുള്ള ഒരു കോൺക്രീറ്റിൻ്റെ പാലസിൻ്റെ ഓണറിൻ്റെ ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഇത് അപ്പം നമുക്ക് ഈ ഗേറ്റ് ടു പാലസ് നമുക്ക് അവിടെ നിന്ന് ഒരു ഇത്രയും സ്പേസ് വേണം നമുക്ക് ഫൈറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സ്പേസ് വേണം, മറ്റേ ആ വണ്ടികളെല്ലാം വന്നേക്കലും വില്ലന്മാരുടെ വണ്ടി അത് വന്നേക്കലും അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സെറ്റ് ഇടാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒറിജിനലായിട്ടൊരു പാലസ് കിട്ടുകയാണെങ്കിൽ ബാക്കി ചെയ്താൽ മതിയല്ലോ. ഇതിലാണ് ആ അന്വേഷണം. പക്ഷേ അപ്പം സ്ഥലം കിട്ടിയപ്പം ഈ ഇതെല്ലാം റിമൂവ് കൊണ്ട് വന്നു. മറ്റേ നമ്മുടെ ഈ ഗാർഡൻ മൊത്തം റിമൂവ് ചെയ്ത് കുറേ മരം 10-20 മരം ഉണ്ടായിരുന്നു അതിനകത്ത്. അതാ പറഞ്ഞ 2ാമത് പ്രാവശ്യം പോകുമ്പോൾ ഒരു വലിയ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും പോവാ. നമ്മളത് വേറെ സ്ഥലത്ത് പ്ലാൻ ചെയ്തു. ആഫ്റ്റർ ഷൂട്ട് നമ്മൾ അത് കുറേ സാധനങ്ങൾ തിരിച്ചു വെച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് സാധനം ഉണങ്ങിപ്പോയി. അല്ല അവരിപ്പോൾ സമ്മതിച്ചു ഗാർഡൻ? അവർ സമ്മതിച്ചു. നമ്മളൊരു ആവശ്യം അവർക്ക് മനസ്സിലായപ്പോൾ ഇത്
മാക്സിമമാണ് ഇവർ ഇവിടെ കണ്ടെത്തിയ സ്ഥലം. ഇതിനപ്പുറത്തേക്ക് പോയാലും കിട്ടാൻ സാധ്യത കുറവാണ്. ചിലത് ആരാണ് ഒരു പാലസിന്റെ ഫ്രണ്ടിൽ ഒരു 4 ഏക്കറോളം സ്ഥലം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 ഏക്കറോളം ഒരു വലിയ പാടം. ആ പാടം ശരിക്കും അങ്ങനെ അങ്ങനെ തന്നെയാണ്. കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ രീതിയിൽ റോളറൊക്കെ കൊടുന്ന് ലെവൽ ചെയ്തെടുത്താണ്. സെറ്റ് അടിപൊളി. ആ ഒരു ആംബിയൻസ് മേക്ക് ചെയ്തത് ഗംഭീരമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എമ്പുരാൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കും. ബുക്കിംഗ് കണ്ടപ്പോഴേക്കും ഞെട്ടിയോ? റിയാക്ഷൻ എന്തായിരുന്നു? കാരണം സന്തോഷം. റിലീസ് ഡേയിൽ തന്നെ 50 കോടി കളക്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോഴേക്കും ലൈക്ക് അത്രയും ബുക്കിംഗ്, പ്രീ ബുക്കിംഗ് നടന്നു. പിന്നെ ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ. സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ആരാണ് തിരിഞ്ഞിരിക്കുന്ന ആളെന്നുള്ളത്. കുറേ കമൻസ് വന്നു. ഇതേ കണ്ടോ, ഇതാണ് ആളെന്ന് പറഞ്ഞിട്ട് കുറേ ആക്ടേഴ്സിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ടുണ്ടായി. ഈ ചോദ്യം ശരിക്കും നിങ്ങൾ ക്രൂ മെമ്പേഴ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. ആരോടെങ്കിലും റിവീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാലോ. പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ മോളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല. പറഞ്ഞിട്ടില്ല? പറയില്ല. ശരിക്കും ഒരിക്കലും പറയില്ല. പറഞ്ഞിട്ടില്ല. അവിടെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ സസ്പെൻസ് ഒന്നും ഇല്ലല്ലോ അതിന്റെ. അല്ല, നമ്മളത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കുക എന്നുള്ള ക്യൂരിയോസിറ്റിയാണ് കൂടുതലുണ്ടാവുന്നത്. അത് അവർ ആ സസ്പെൻസ് നിലനിർത്തുക എന്നുള്ളതാണ്. അതിപ്പം മീഡിയ പേഴ്സൺ നിങ്ങൾ ചോദിച്ചത് തന്നെ തെറ്റാന്ന് തോന്നുന്നു. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയിട്ടല്ലേ പോവുള്ളൂ. ഇനി സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒരു ഇപ്പം ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ആദ്യം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോയില്ലേ, പിന്നെ എങ്ങനെ അത് കാണാൻ പോകുന്നത് അല്ലേ? അല്ല, പക്ഷേ വീട്ടിലൊക്കെ വരുമ്പോൾ വൈഫൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ എങ്ങനെ എല്ലാവരും ചോദിച്ചിരിക്കും. നിങ്ങളൊന്നും പറയണ്ട കേട്ടോ, ഒന്നും പറയണ്ട. അത് മാത്രം, വേറൊന്നും പറയണ്ട. അത് പക്ഷെ എന്നാലും ആരായിരിക്കും അതിൻ്റെ ഒരു അത് അങ്ങനെ ക്യൂരിയസ് ആവണം. അങ്ങനെ ക്യൂരിയസ് ആകുമ്പോഴാണല്ലോ നമുക്ക് സിനിമയോട് ഇഷ്ടം തോന്നുക. തന്നെ നമ്മളൊരു സുഹൃത്ത് ദിവസം വിളിച്ചു, ജൂലൂസല്ല ഇത് റിലീസിന്റെ തല 26 വൈകിട്ട് ഒരു 8 മണിയൊക്കെ കാണും. ഇവിടെ പൊന്നിടാവോ ഒന്ന് പറയാതെ ആരാന്ന് ഇനി ഒരു 18 മണിക്കൂർ തന്നെയാണ് കാത്തിരുന്നത്. ആൻഡ് ഫൈനലായിട്ട് ഇപ്പോൾ എമ്പുരാനൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഒരു ഷോട്ടായിരിക്കാം, തിയേറ്ററിൽ ചെന്ന് കാണുന്ന ഒരു ഷോട്ടായിരിക്കാം, ഒരു സീനായിരിക്കാം, അതൊക്കെ എടുത്ത് സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുന്ന കുറച്ച് ഫ്രണ്ട്സ് നമുക്കുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അതെ, ഒന്നും പറയാനില്ല. അതായത് അവരിട്ടോട്ടെ, ഇടരുതെന്ന് പറഞ്ഞിട്ടോ അവരെ ഉപദേശിച്ച് നന്നാക്കിയിട്ടോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഗുണമുണ്ടോ? അല്ല, എനിക്കറിയില്ല. കാര്യം അവര് അങ്ങനെ ഇടുമ്പോൾ 2 തരത്തിലാണ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഗതി പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹാം ചെയ്യും സിനിമയെ. അതെ, പക്ഷെ അതല്ലാത്ത തരത്തിൽ അവർക്കൊരു എന്തിനാണ് സോഷ്യൽ മീഡിയാസ് ഉള്ളത്? അവരവരുടെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനാണ്. ഇപ്പോൾ വീട്ടിലുള്ള ഒരു പെറ്റ് പട്ടിക്കുട്ടി പാല് കുടിച്ചാൽ ഇവനെന്ന് പാല് കുടിച്ചു കേട്ടോ എന്ന് ഇടുന്ന സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറമേ അറിയിക്കുന്ന ഒരു കാര്യമുള്ളത്. അതിനോട് ആക്ച്വലി എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഈ അത് എല്ലാം പേഴ്സണലാണ്. എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് പോയിട്ട് നന്നാക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അവരങ്ങനെ ചെയ്തോണ്ടിരിക്കട്ടെ, അവരങ്ങനെ ചെയ്യട്ടെ, പാവല്ലേ. നമ്മൾ ഈ ഭയങ്കര ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കും സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ നോക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഷോട്ട് ആയിരിക്കും. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ ലെവൽ കുറയല്ലേ. അപ്പം ഞാൻ കൂട്ടുകാരന്മാരോടൊക്കെ പറഞ്ഞ് മടുത്തു. പക്ഷേ എന്തെങ്കിലും അവർ നന്നാവില്ല. ഓക്കെ, നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ദ വേൾഡ് ക്ലാസ് സിനിമയുടെ വേൾഡ് ക്ലാസ് ടെക്നീഷ്യൻസിൽ 2 പേരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ. ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സിനിമകൾ ഞങ്ങൾക്ക് തരിക. തീർച്ചയായും. അതെ, ഇതുപോലെ അടിപൊളിയുള്ള സംവിധായകർ വിളിക്കട്ടെ, അടിപൊളിയുള്ള പ്രൊഡക്ഷൻ ആനന്ദചേട്ടനുള്ള ആൾക്കാർ അത് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇങ്ങനൊരു സിനിമ നമുക്ക് വേൾഡ് ക്ലാസ് കൊണ്ടുവരാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.